ഈ വീക്കിലെ ഫസ്റ്റ് ട്രേഡ് ബ്രേക്ക് ഡൗൺ ആണ്. അതും രാവിലെ തന്നെയാണ്. പോസ്റ്റ് ഏഷ്യൻ പ്ലസ് പ്രീ ലണ്ടൻ ആണ് ട്രേഡ്. നമുക്ക് എന്തുകൊണ്ടാണ് ട്രേഡ് എടുത്ത് നോക്കാം. സോ കഴിഞ്ഞ ഈ ഒരു 1 വീക്ക് ആയി നമ്മൾ ഈ ഒരു വീക്ക് സ്റ്റാർട്ട് ചെയ്ത് തന്നിട്ട് നമുക്കറിയാം മാർക്കറ്റ് ഒരു പുള്ളി സ്ട്രക്ചറിലോട്ട് ഷിഫ്റ്റ് ആയിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ കംപ്ലീറ്റ് ഒരു വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പ്രീ മാർക്കറ്റിൽ. അതിൽ നമ്മൾ എവിടെ നിന്നാണോ പറഞ്ഞത് അവിടെ നിന്നാണ് മാർക്കറ്റ് പമ്പ് ചെയ്തിട്ടുള്ളത്. സോ എനിവേ നമുക്ക് ഇന്നത്തെ ഒരു ദിവസം ഡേ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെല്ലിംഗ് പ്രഷർ വളരെ കുറവാണ്. അപ്പോൾ ഈ ഒരു ബൈയിന്റെ ഒരു കണ്ടിന്യൂഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ 50 മിനിറ്റ്സിലോട്ട് ടൈം ഷിഫ്റ്റ് ചെയ്ത സമയത്ത് നമുക്കറിയാം ഇവിടെ ഒരു സ്ട്രക്ചർ മാർക്കറ്റ് ഫോം ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്ട്രക്ചർ നമുക്ക് ഇവിടെ നിന്നൊക്കെ നമുക്ക് നല്ല ഇമ്പൾസീവ് വോളിയം പ്ലസ് ഒരു ഇൻഎഫിഷ്യൻ മാർക്കറ്റ്സ് ഒക്കെ താഴെ ഉണ്ട്. പക്ഷെ മാർക്കറ്റിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഈ ഒരു ലോൺ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നില്ല. ഇവിടുത്തെ ലിക്വിഡിറ്റി മാർക്കറ്റ് സ്വീപ്പ് ചെയ്ത സമയത്ത് നമുക്ക് സെയിം ഡിമാൻഡ് നമുക്ക് ബൈ ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു ബൈ എടുക്കാതിരിക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു മാനിപ്പുലേഷൻ തരുമോ, ഈ ഒരു 2 ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് താഴത്തെ ലെവലിലോട്ട് ഒരു ബൈ തരാന്നുണ്ടെങ്കിൽ പോവാമെന്നായിരുന്നു ഇന്നലെ നമ്മൾ ലൈവ് ഡിസ്കഷൻസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ എനിവേ ഇന്ന് രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത സമയത്ത് നമുക്കറിയാം പ്രീവിയസ് ക്രിയേറ്റ് ചെയ്ത ഓൾറെഡി ഈ ഹൈനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഹൈനെ ബ്രേക്ക് ചെയ്തു, ഇവിടുത്തെ ലോന്ന് റിയാക്ഷൻ വന്നു. ഇവിടുന്ന് ഓൾറെഡി കൺഫർമേഷൻ ക്യാൻഡിൽ ഉണ്ടായിരുന്നു, അത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ഇവിടുന്ന് പുതുതായിട്ടൊരു ഹൈ ഇന്ന് രാവിലെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. സോ ഒരു പോസ്റ്റ് ഏഷ്യനിലാണെങ്കിൽ ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വന്ന സമയത്ത് ഈ ഒരു ബ്രേക്കർ ബ്ലോക്കിലോട്ടാണ് മാർക്കറ്റിന്റെ ഒരു റീട്രേസ്മെന്റ് വന്നത്. അങ്ങനെ വരുമ്പോഴാണ് ഞാൻ ഈ ട്രേഡ് പുഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പുഷ് ചെയ്യുന്ന സമയത്ത് ഇതായിരുന്നു ഈ ഒരു 50 മിനിറ്റ്സിന്റെ റിജക്ഷനിലായിരുന്നു എന്റെ എൻട്രി. സ്റ്റോപ്പ് ലോസ് ഈ ഒരു സെയിം ലെവലിൽ. ടാർഗറ്റ് എനിക്ക് 2 രീതിയിലുണ്ടായിരുന്നു. ഒന്ന് എനിക്ക് വേണമെങ്കിൽ ഇവിടെ വെക്കായിരുന്നു ടാർഗറ്റ്. രണ്ടാമത്തത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു ലെവലിൽ. കാരണം ഇത് അത്യാവശ്യം ഒരു റിവാർഡ് റേഷ്യോ ഉണ്ട്. 4253 ടി പി വെച്ചിട്ടുള്ളത്. ഒരു 1:5 മുകളിലോട്ട് ഉണ്ട്. കാരണം അത്രയും ടൈറ്റ് എസ് എല്ലും കൂടെയാണ് മാർക്കറ്റിലുള്ളത്. അപ്പോൾ ഇനി നമുക്ക് എപ്പോഴും സബ്ജക്റ്റീവ് ഏരിയയിലാണ് ഫസ്റ്റ് ടാർഗറ്റ് ഞാൻ വെക്കാറ്. ഞാൻ പല വീഡിയോസിൽ അത് ഡിസ്കസ് ചെയ്യാറുണ്ട്. മാർക്കറ്റ് ഒരു പ്രൈസ് സൈക്കിൾ നോക്കുന്ന സമയത്ത് ഓവർ റിസ്ക് എടുക്കാറില്ല. ഇന്ന് ഞാൻ രാവിലെ മുടിയൊക്കെ വെട്ടാൻ പോകുന്ന സമയത്താണ് ഈ ഒരു ട്രേഡ് എടുക്കുന്നത്. സ്റ്റിൽ ഇത് റണ്ണിങ് ആണ്. ഞാൻ സ്റ്റോപ്പ് ലോസസ് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. സോ നമുക്ക് ഫസ്റ്റ് ഇനി വേണ്ടത് ഇത് പ്രോഫിറ്റിലോട്ട് ബുക്ക് ചെയ്യാനുള്ളതാണ്. സോ ഞാനിതിപ്പോൾ ഒരു $897 ഈ ഒരു ലെവലിലോട്ട് ഞാനിപ്പോൾ പ്രോഫിറ്റിലോട്ട് വെച്ചിട്ടുണ്ട്. കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതാണ് ഇപ്പോൾ എൻ്റെ ഒരു 897 ലെവലാണ്. ടാർഗറ്റ് അടിക്കാനാവുന്ന നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇപ്പം നമ്മളിത് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ഇത് മോഡിഫൈഡ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും സ്റ്റോപ്പ് ലോസ്. ഇപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ലോസ് ആയില്ല. സ്റ്റോപ്പ് ലോസ് നമ്മളൊരു $800 ഒരു $1000 എന്നുള്ള റേഷ്യോയിൽ വെക്കാം നമുക്ക്. ഇപ്പോൾ $1000 നമ്മുടെ സ്റ്റോപ്പ് ലോസസ് ഉണ്ട്. പ്രോഫിറ്റിലാണ് ആ ട്രേഡ് ക്ലോസ് ആവുന്നുണ്ടെങ്കിൽ. ഇത് ടാർഗറ്റ് അടിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് അറൗണ്ട് ഒരു $4800 അടുത്തോളം ടാർഗറ്റ് അടിക്കുന്നത് കേട്ടോ. ഇത് 2 ഗൈസ് നമ്മുടെ ട്രേഡ് ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്കൊരു $4800 കിട്ടിയിട്ടുണ്ട്. സോ ട്രേഡിങ്ങിന്റെ ഒരു പൊട്ടൻഷ്യൽ ഇതാണ്. നമുക്കൊരു പ്രോപ്പർ സിസ്റ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. ഇതുപോലെ നിങ്ങൾക്ക് ഗോൾഡിന്റെ ട്രേഡ് ബ്രേക്ക് ഡൗൺസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ പേജ് ഒന്ന് നിർബന്ധമായിട്ട് ഫോളോ ചെയ്ത് വെക്കുക. ഈ ബ്രേക്ക് ഡൗൺസ് ഒക്കെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ടൈമിൽ വാച്ച് ചെയ്താൽ ഞാൻ എങ്ങനെയാണ് ട്രേഡ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്കും മനസ്സിലാവും.